ശ്യാമിലേക്ക് ഞാൻ പോകുന്നു. ശ്യാം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഉള്ള പ്രതികരണം എന്നുള്ള കാര്യം, അതോടൊപ്പം രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യവാങ്മൂലം എന്നുള്ളത് തനിക്ക് മാത്രമുള്ളതാണോ? അനുരാഗ് ഠാക്കൂറും ഈ 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് രാഹുൽ ഈ 7 അടി പൊക്കത്തുള്ള കടലാസ് പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകളുണ്ടല്ലോ. വിത്തിൻ ഡേയ്സ്, ദിവസങ്ങൾക്കുള്ളിൽ വിവിധ മണ്ഡലങ്ങളിലെ 6 മണ്ഡലങ്ങളിലെ ഏറ്റ വിവരങ്ങളുമായിട്ടാണെന്നാണ് അനുരാഗ് ഠാക്കൂർ അവകാശപ്പെട്ടത്. അനുരാഗ് ഠാക്കൂറിന് വിവരങ്ങൾ കിട്ടുകയാണ്, വാർത്താ സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സത്യവാങ്മൂലം ചോദിക്കേണ്ടേ? ആ ആരോപണം അവിടെ നിൽക്കുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാണിച്ച ഇംഗ്ലീഷ് അക്ഷരമാല ആണ് അച്ഛൻ്റെ സ്ഥാനത്ത് വരുന്നത്, അതിനുകൂടിയുള്ള മറുപടി. സ്മൃതി, ഇതിനകത്ത് വിഷയം എന്താ? ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ വാക്കുകളോ അല്ലെ എൻ്റെ പാർട്ടിയുടെ വാക്കുകളോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിപ്രായം അതൊന്നല്ല പ്രശ്നം. സ്മൃതി അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം ചില ഈ ലാലടക്കമുള്ള നിരീക്ഷകരുടെയൊക്കെ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ആവുന്നതാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഈ ആദ്യം ഞാൻ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. ഇവിടെ കേരളത്തിൽ CCTV വന്നില്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു? എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മരിച്ചവരെ ഇലക്ഷൻ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദിവ്യശക്തിയുള്ള ഒരു പാർട്ടിയുടെ പേര് CPM ആയിരുന്നില്ല കേരളത്തിൽ. എത്രയെത്ര ഉദാഹരണങ്ങൾ, എത്രയെത്ര ഉദാഹരണങ്ങൾ, പത്രവാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വാർത്ത മാത്രം ഞാൻ വായിക്കാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടുവോട്ടിൽ അനധികൃതമായി ഇടപെട്ട CPM ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസ്. അതിൽ 4 പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വീഡിയോഗ്രാഫർക്കും എതിരെയാണ് കേസുള്ളത്. അതിനകത്ത് ഇവരുടെ വൃത്തികെട്ട പിടിപ്പ് കഴിച്ചത് ഇവരാണെന്ന്. കള്ളവോട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കള്ളവോട്ടല്ലല്ലോ നമ്മുടെ വിഷയം. കള്ളവോട്ടല്ലല്ലോ നമ്മുടെ വിഷയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റുന്ന പിഴവിനെ കുറിച്ചാണ് ചോദ്യം. ഇത് ഇലക്ഷനുമായിട്ടുള്ള വിഷയമാണല്ലോ. ഇലക്ഷനുമായിട്ടുള്ള വിഷയമാണല്ലോ. സ്മൃതി എന്റെ തോക്കി കയറി വെടിവെക്കല്ലേ. ഞാൻ സ്മൃതി പറയുന്ന വാക്കുകൾ എന്റെ വായെന്ന് പറഞ്ഞു വെച്ചാൽ നടക്കൂല. എനിക്ക് പറയുന്ന കേൾക്കണമെന്ന്. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയൂ. ഇതിനകത്ത് പ്രശ്നം എവിടെയാണ്? ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ആരാണെന്ന്. ഇവിടെ സ്മൃതി ഇത് ഒരു അഭിപ്രായം വന്നു നോക്കും. മാധ്യമങ്ങൾ അങ്ങനെ ചോദിക്കണമായിരുന്നു. ഇങ്ങനെ ഇതിനകത്ത് പ്രശ്നം തരുമോ? രാഹുൽ ഗാന്ധി, കേരളത്തിലെ ചില മാധ്യമങ്ങള്, ഇടതുപക്ഷങ്ങള്, അർബൻ നക്സലുകൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില നിലപാടുകളുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ് മുഴുവൻ തെറ്റായിരുന്നു എന്ന് തെളിയിക്കണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ തെളിയിക്കാനൊന്നും പറ്റൂലെന്നേ. ഇലക്ഷന്റെ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടേ. സ്മൃതി വിഷമിക്കല്ലേ. ഞാൻ പറയട്ടെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മറുപടിയും കേട്ടില്ലേ? കമ്മീഷന്റെ രേഖകളിൽ നിന്ന് എടുത്ത് കണ്ടെത്തി പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള രേഖയാന്ന്. ഇനി എന്തിനാണ് രാഹുൽ എടുത്ത് കൊടുക്കുന്നേ? എവിടെ? അത് രേഖാമൂലം കൊടുക്കണം സ്മൃതി. എന്തിന്? അത് രേഖാമൂലം പറ്റില്ല എന്നാണോ? ഞാൻ രേഖാമൂലം അതല്ല, അതിന്റെ പ്രോസസ് അതാണ്. എന്ത് പ്രോസസ്? വെറുതെ പറയുന്ന എന്തിനാ? ഒരു നിയമമില്ലേ? നമ്മൾ ഞാൻ ചോദിക്കട്ടെ, പത്രമാധ്യമങ്ങൾക്കിടയിൽ പ്രസ് മീറ്റിലാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ 8 മണിക്ക് നാട്ടിലെ നിയമങ്ങൾ പോകേണ്ട ഇടങ്ങളിൽ പോകണ്ടേ? പാർലമെന്റിൽ മറുപടി പറയാതെ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ച് എനിക്ക് സ്മൃതിക്കെതിരെ പരാതിയുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഒരു ചോദ്യം എനിക്കൊരു പരാതിയുണ്ട്. ഞാനൊരു പാർട്ടിയുടെ ചുമതലപ്പെട്ടയാളാണ്. എനിക്ക് സ്മൃതിക്കെതിരെ പരാതിയുണ്ട്. ഞാൻ പത്രസമ്മേളനം വിളിക്കണോ? അടുത്ത പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണോ? നമ്മൾ തമ്മിലുള്ള പരാതി പോലെയാണോ ഈ വിഷയം? നോക്കൂ, എന്ത് താരതമ്യമാണ് ശ്യാം ഇപ്പോൾ നടത്തുന്നത്? എന്ത് തരം താരതമ്യമാണ്? ഞാൻ താരതമ്യം പറഞ്ഞുതരാം. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ നാട്ടിലെ ഒരു പൗരനാണെന്നേ. അതല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളിൽ അദ്ദേഹം പറഞ്ഞതിൽ സത്യം ഉണ്ടാവണം. അങ്ങനെ സത്യമില്ല എന്ന് വിചാരിക്കുന്ന വലിയൊരു ജനത ഈ നാട്ടിലുണ്ടെന്ന്. വലിയ ജനതയുടെ കണക്ക് എവിടെ നിന്നാണ് വരുന്നത്? വലിയ ജനതയുടെ കണക്ക് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? പറയട്ടെ, ഇലക്ഷന്റെ റിസൾട്ട് ആ വലിയ കണക്കിനെ കുറിച്ചാണ് സംശയം. സ്വീകാര്യത നിങ്ങൾ ഉണ്ടാക്കിയ വലിയ കണക്കിനെ കുറിച്ചാണ് സംശയം. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് എന്റെ സ്മൃതി. അതാണ് പ്രശ്നം. തോൽക്കുന്ന നിങ്ങൾക്കെതിരുള്ള ജയിക്കുന്ന ഞങ്ങളോട് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുന്നേ. അതല്ല, നിങ്ങൾ പ്രൂഫ് കൊടുക്ക്. അസാധാരണ വിജയത്തെ കുറിച്ച് സംശയം തോന്നിയാൽ അത് ചോദിക്കുമ്പോൾ സർക്കാരുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണോ മറുപടി പറഞ്ഞത്? സ്മൃതി, ഒരു കാര്യം സ്മൃതി, ഇടയ്ക്കേറല്ലേ?
2014 നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സീനിയർ മാധ്യമ പ്രവർത്തകയുള്ള സംസ്ഥാനമാണിത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതല്ല. അതാ പറഞ്ഞത്, അതിന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ജനാധിപത്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്ത ഒരാളെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ വായിൽ തോന്നുന്നു പറയുന്നൊന്നും പറയാനല്ല എന്റെ സ്മൃതി അഭിപ്രായം. അതിന് തിരിച്ച് എതിർ ചോദ്യങ്ങളും ഉണ്ടാവും. ഒരു രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ ആ ജനാഭിപ്രായത്തിൽ വിശ്വാസമില്ലെന്നാ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വോട്ടർമാരുടെ കഴുത്തിൽ കത്തികാൻ തോക്കുവച്ചിട്ടുള്ള പരിപാടിയാണ് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അവിടെയാണ് രാഷ്ട്രീയം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്ത് വരേണ്ട പ്രതികരണമല്ല. വിശ്വാസമല്ല പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറയാൻ ഇടയ്ക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വിശ്വാസമില്ലെന്നല്ല പറഞ്ഞത്, ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോയി എന്നാ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഏത് കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ഇവിടെ പല ആൾക്കാരും പല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് സീനിയറെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞോട്ടെ, പറഞ്ഞാൽ തന്നെ അതിലെന്താണ് കുഴപ്പം എന്നതാണ് എന്റെ ചോദ്യം. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ വിജയത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയാൻ എന്നെ അനുവദിക്കും സ്മൃതി. രാഹുൽ ഗാന്ധിയിലോട്ട് ഞാൻ വരാം. നോക്ക്, ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിന്റെ 2-3 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ വർഷം ഫെബ്രുവരി 3-ാം തീയതി അദ്ദേഹം പറഞ്ഞെന്തറിയോ? 70 ലക്ഷം വോട്ടർമാര് ഈ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനിൽ കൂടി. ഫെബ്രുവരി 7 ആയപ്പോൾ അത് 39 ഫെബ്രുവരി 17 ആയപ്പോൾ 40 ഓഗസ്റ്റ് 17 ആയപ്പോൾ അത് വന്നിട്ട് 1 കോടിയായി. പറയുന്ന കാര്യങ്ങൾക്ക് പോലും കൃത്യതയില്ല. കണക്ക് പരിശോധിച്ച് വന്നപ്പോൾ അത് 1 കോടി ആയതായിരിക്കും. ഞങ്ങളുടെ സമയം അതിലൊരു കൃത്യമായ കണക്ക് എന്താന്ന് കണ്ടെത്തണ്ടേ? കമ്മീഷൻ കണ്ടെത്തണ്ടേ? അല്ല, രാഹുൽ ഗാന്ധിക്ക് പിഴവ് പറ്റിയെങ്കിൽ ശരിക്കുള്ള കണക്ക് കമ്മീഷൻ പറയണ്ടേ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണ്ടേ? അല്ല, അത് വിട്. ഇതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അല്ല, കോൺഗ്രസ് പ്രതിനിധികൾ മാത്രമല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. അത് വിടാൻ പറ്റില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM പ്രതിനിധിയും സ്മൃതി ആവല്ലെന്ന്. സ്മൃതി നിഷ്പക്ഷയാണെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. അല്ല, ഏത് ഭാഗത്താണ് നീതി ഉള്ളത് എന്നിടത്താണ് പക്ഷം പിടിക്കേണ്ടത്. നിഷ്പക്ഷം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ നടുക്കിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ നിങ്ങളുടെ നീതിക്കൊന്നനുസരിച്ച് അല്ല, ഇനിയിപ്പോ എന്തൊക്കെ പഠിപ്പിക്കും? മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കും, പ്രതിപക്ഷ നേതാവിനെ പഠിപ്പിക്കും, CPM-നെ പഠിപ്പിക്കും. അല്ലല്ല, ഇതിനകത്ത് സിമ്പിൾ. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് സത്യം. ഈ ചർച്ചയിൽ ഞാനല്ലല്ലോ പറഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യം, ഉത്തരേന്ത്യയിലുള്ള മാധ്യമങ്ങൾ പറയുന്നതെല്ലാം തെറ്റ്. അവരെ നിങ്ങൾ വേറെ പേര് കൂട്ടി വിളിക്കും. സ്മൃതി പറഞ്ഞതാണ്. ഉത്തരേന്ത്യ ചില കേരളത്തിൽ നിന്നല്ലാത്ത മാധ്യമങ്ങളെ വേറെ പേര് കൂട്ടി വിളിക്കുമെന്ന് സ്മൃതി പറഞ്ഞതാണ്. പോലും നിങ്ങളുടെ അഭിപ്രായത്തിന് അനുകൂലം സ്മൃതി പറഞ്ഞതാണ് വേറെ ചില പേരുകൾ വിളിക്കുന്നു. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ അഭിപ്രായം അല്ലാത്തവരെ നിങ്ങൾ പല പേരും കേന്ദ്ര സർക്കാരിന്റെ പരിപാടി മാത്രമായി നടക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ലോ. നമ്മൾ ഒന്നാമത് സമയമില്ല. അതെ, രാഹുൽ പിണറായി മീഡിയയോ സ്മൃതി എന്ത് മീഡിയ? എന്ത് വേണേ പറഞ്ഞു, എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും മതി, അങ്ങായാലും മതി. എനിക്കും പ്രശ്നമൊന്നുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.